ഇന്ന് സെപ്റ്റംബർ 4 ന്യൂസസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ബംഗാളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബംഗാളിൽ റീസെന്റ് ആയിട്ട് നടന്നുള്ള ഇഷ്യൂസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് അവിടെ നിലനിന്നിരുന്ന ലോസിനെ എല്ലാം ഒന്ന് അമെൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഹാർഷ് ആയിട്ടുള്ള പണിഷ്മെന്റ്സിലേക്ക് അവർ പോവാണ്. അപ്പോൾ ആ ഒരു ലോ അവർക്ക് ഇട്ടേക്കുന്ന പേര് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ എന്നാണ് ഇട്ടേക്കുന്നത്. പിന്നെ അവരൊരു അതിനകത്തുള്ള നേരത്തെ എക്സിസ്റ്റ് ആയിട്ടുള്ള ശിക്ഷകളെല്ലാം കുറച്ചും കൂടി കഠിനമായ രീതിയിൽ കുറച്ചും കൂടി ടെനർ കൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. പിന്നെ അതിനകത്ത് അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് കേസ് നടന്നു കഴിഞ്ഞാൽ വിത്തിൻ 21 ഡേയ്സിൽ അത് ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി, അത് കൺക്ലൂഡ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി അവർ ആ ഒരു ബില്ല് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 2025 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വെന്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നടക്കുന്നത് ലണ്ടനിലെ ലോർഡ്സിലാണ് നടക്കുന്നത് 2025. ദെൻ അതിനകത്ത് നമുക്ക് പറയാം 2021 ആദ്യമായിട്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് 2021 സതാംപ്ടൺ ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്. അതിനുശേഷം 2023 നടക്കുന്നത്. അത് നടക്കുന്നതെന്ന് പറയുന്നത് ഓവൽ, അതും ഇംഗ്ലണ്ടിൽ വെച്ചിട്ടാണ്, ഓവൽ സ്റ്റേഡിയത്തിലാണ്. ഇപ്പോൾ 2025 ജൂൺ 11 മുതൽ 15 വരെയാണ് നെക്സ്റ്റ് അത് നടക്കുന്നത്. ലോർഡ്സിലാണ്, ലോർഡ്സ് ലണ്ടനിലാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ ജൂൺ 15 ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണമായിട്ട് 15 തീയതി ഫൈനൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ജൂൺ 16 അവരൊരു റിസർവ് ഡേ ആയിട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജൂൺ 16 ഒരു റിസർവ് ഡേ ആയിട്ട് അവർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ നടക്കും, കാരണം ഫസ്റ്റ് ടൈമിൽ ആ ഫൈനൽ ഡേയിൽ നടക്കാൻ ഫൈനലിൽ നമ്മൾ ഡിക്ലെയർ ചെയ്ത ഡേയിൽ നടക്കാൻ പറ്റിയില്ലായിരുന്നു മഴ കാരണം. അങ്ങനെ ഒരു നെക്സ്റ്റ് ദിവസത്തേക്ക് കളി നീണ്ടു പോകുന്നൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു റിസർവ് ഡേ ജൂൺ 16 അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കുള്ള ന്യൂസ് എന്ന് പറയുന്നത്. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയറിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ അത് 7% ആയിട്ട് തന്നെ ഗ്രോത്ത് 7% ആൻഡ് എബോവ് ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളൊരു വേൾഡ് ബാങ്കിന്റെ ഒരു പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. ഈ വർഷം അത് 8.2 ആയിട്ടുണ്ടെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. വേൾഡ് ബാങ്ക് മാത്രമല്ല, അത് നമ്മുടെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും IMF-ഉം ആ ഒരു റെക്കോർഡ് ഇന്ത്യക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്തിച്ച് എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7%. ഇങ്ങനത്തെ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് എക്സാംസിന് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് പഞ്ചാബ് കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് ആണ്. അവരുടെ നിയമത്തിൽ കൊണ്ടുവന്ന ഒരു ചെറിയ മാറ്റമാണ്. അതായത് പഞ്ചാബ് അപ്പാർട്ട്മെന്റ് ആൻഡ് പ്രോപ്പർട്ടി റെഗുലേഷൻ ആക്ട് 2020 അവർ കൊണ്ടുവന്നത്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇല്ലീഗലായിട്ട് കുറേ കോളനീസ് ഡെവലപ്പായി വരുന്നുണ്ട്. ആ കോളനീസ് എല്ലാം വേണ്ടാതാക്കിയിട്ട് അല്ലെങ്കിൽ ഇല്ലാതാക്കി ഇല്ലീഗലായിട്ടുള്ള കോളനീസിനെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പഞ്ചാബ് അപ്പാർട്ട്മെന്റ് ആൻഡ് പ്രോപ്പർട്ടി റെഗുലേഷൻ അമെൻമെന്റ് 2024 കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ അവിടുത്തെ CM എന്ന് പറയുന്നത് ഭഗവന്ത് മാനാണ്. അദ്ദേഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന CM-ന്റെ ടൈമിൽ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കോളനീസ് അവിടെ നിലനിന്നിട്ടുണ്ടെന്നുള്ള കാര്യം കണ്ടെത്തിയതിന്റെ ഫലമായിട്ടാണ് ഇനി അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴുള്ള പുതിയ പഞ്ചാബ് അപ്പാർട്ട്മെന്റ് ആൻഡ് റെഗുലേഷൻ പ്രോപ്പർട്ടി റെഗുലേഷൻ ആക്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം, ഈ ഇടയ്ക്ക് പ്രോപ്പർട്ടി റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്താണ് ഇല്ലീഗൽ കോളനീസിനെതിരായിട്ട് ആക്ട് പാസ്സാക്കിയത് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പഞ്ചാബാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ന്യൂസാണ്, സ്പോർട്സ് റിലേറ്റഡ് ന്യൂസാണ്. അഭയ് ലിഫ്റ്റ്സ് ഡ്വാൻക മുഹറസ് ട്രോഫി എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ. അഭയ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജനാണ്. ഇതൊരു സ്ക്വാഷ് ഈവന്റ് ആണ്, സ്ക്വാഷിന്റെ ഒരു ട്രോഫിയാണ്. ഇത് നടക്കുന്നത് കോലാലംപൂർ, മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിലാണ്. അത് PSA ചലഞ്ചർ ടോർ സ്ക്വാഷ് എന്നാണ് ആ ഒരു ഈവെന്റിന്റെ പേര് നടക്കുന്നത്. അപ്പൊ ഇതില് കോലാലംപൂർ വെച്ച് നടക്കുന്ന ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്കാരനായ അഭയ്ക്ക് ട്രോഫി ലഭിച്ചില്ല, ഫസ്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ് വരുന്നത്. ഇനി ഈ ഒരു ന്യൂസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ PSAയുടെ ചലഞ്ചർ ടൂർ സ്ക്വാഷിൽ 10ാം തവണയാണ് ഫസ്റ്റ് നേടുന്നത്. 10 തവണയും ഇദ്ദേഹം തന്നെയാണ് അടുപ്പിച്ച് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള സ്ക്വാഷിൽ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തോളൂ. അതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. ഇത് നടക്കുന്നത് മലേഷ്യയിലാണ്, മലേഷ്യയുടെ ക്യാപിറ്റലുള്ള കോലാലംപൂരിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ലൂയിസ് സുവാരസ് ടു ക്വൈറ്റ് ഇന്റർനാഷണൽ ഫുട്ബോൾ. അതായത് ഉറുഗ്വേയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് ലൂയിസ് സുവാരസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫുട്ബോളിൽ നിന്ന് വിരമിക്കുകയാണ്, അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മത്സരം എന്ന് പറഞ്ഞാൽ ഈ കമ്മിങ് 2026 വേൾഡ് കപ്പ് ഫ്രൈഡേയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ക്വാളിഫയർ അതിലായിരിക്കും അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്. അത് പരഗ്വേക്കെതിരെയാണ്, മോണ്ടിവിഡോയിലാണ്
ജയ്പൂരിലാണ് നടക്കുന്നത്. ഇനി ഇദ്ദേഹം എന്ന് പറഞ്ഞതിനെ പറ്റി പറയുവാണെങ്കിൽ ലൂയിസ് സുറേസ് എന്ന് പറയുന്ന അദ്ദേഹം ബാർസലോണയുടെയും ലിവർപൂളിന്റെയും സ്ട്രൈക്കറായിട്ട് ഇതിനു മുന്നേ കളിച്ചിട്ടുണ്ട്. ഉറുഗ്വേയുടെ തന്നെ ഏറ്റവും ടോപ്പ് സ്കോററാണ്. 69 ഗോൾസ് 143 അപ്പിയറൻസ് ചെയ്യുന്ന 69 ഗോൾസോളം അദ്ദേഹം നേടിയിട്ടുണ്ട്. ഉറുഗ്വേയുടെ ഏറ്റവും ടോപ്പ് സ്കോററാണ്. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് സീരീസ് സ്വീപ്സ് ഫോർ ബംഗ്ലാദേശ് ആണ്. അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഇപ്പോൾ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടെസ്റ്റ് സീരീസിൽ 2-0 എന്നുള്ള നിലയ്ക്ക് ബംഗ്ലാദേശ് പാകിസ്ഥാനെ തോൽപ്പിച്ച് ആ ഒരു ടെസ്റ്റ് സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇത് പറയാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ട് ഒരു സീരീസ് വിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഹിസ്റ്റോറിക് ഫസ്റ്റ് എവർ ടെസ്റ്റ് സീരീസ് വിൻ ഓവർ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനെ ഇങ്ങനെ ഒരു ടെസ്റ്റ് സീരീസിൽ തോൽപ്പിച്ച് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റ് സീരീസിൽ ബംഗ്ലാദേശ് ജയിക്കുന്ന ആദ്യമായിട്ടാണ്. ഓക്കെ, ഇത് ഫൈനൽ മത്സരത്തിന് 6 വിക്കറ്റ്സിനാണ് ബംഗ്ലാദേശ് ഇത് ജയിച്ചിരിക്കുന്നത്. പ്ലെയർ ഓഫ് മാച്ച് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ലിപ്ടൺ ദാസിനെയും പ്ലെയർ ഓഫ് ദി സീരീസ് ആയിട്ട് മെഹദിയുമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ആ ന്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡ് പാരാലിമ്പിക് ന്യൂസ് ആണ് കേട്ടോ. പാരാലിമ്പിക്സുമായിട്ട് റിലേറ്റ്, പാരീസിലെ പാരാലിമ്പിക്സിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ദീപ്തി ജിവൻജി എന്ന് പറയുന്നത് ഒരു വേൾഡ് ചാമ്പ്യൻ ആണ്. അവർക്ക് അത്ലറ്റിക്സിലാണ് അവർക്ക് വുമൻസ് 400 മീറ്റർ T20 ബ്രോൺസ് ലഭിച്ചു എന്നുള്ള ന്യൂസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേ പാരാലിമ്പിക്സിൽ തന്നെ മറ്റൊരു ന്യൂസും കൂടെ ഉണ്ട്. ഷട്ടിൽ എന്ന് പറഞ്ഞ ഐറ്റത്തിൽ നിത്യ ശ്രീശിവന് ബ്രോൺസ് ലഭിച്ചു. ഓക്കെ, അതാണ് നെക്സ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പാരാലിമ്പിക്സ് 24 മറ്റൊരു ന്യൂസാണ്. നിത്യ ശ്രീശിവൻ എന്ന് പറയുന്നത് ബ്രോൺസ് മെഡലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഷട്ടിലറാണ്, ഷട്ടിൽ ഐറ്റത്തിലാണ് നമുക്ക് ബ്രോൺസ് നിത്യശ്രീ ശിവന് കിട്ടിയിരിക്കുന്നത്. ഇതോടെ നിത്യശ്രീ ശിവൻ ഈ ഒരു ബ്രോൺസ് മെഡൽ കിട്ടിയതോടെ ബാഡ്മിന്റണിൽ മാത്രം ഇന്ത്യക്ക് 5 മെഡൽസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഗോൾഡ് കിട്ടിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോൾഡ് സുമിത് ആൻഡലിന് ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര റെക്കോർഡാണ്. 70.59 മീറ്ററിനാണ് റെക്കോർഡ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നേരിട്ട് 28ന്റെ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസും ഉണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും ത്രിപുര ഗവൺമെന്റുമായിട്ട് ഒരു പാക്റ്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ്. അതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു മെമ്മോറാണ്ടം ഓഫ് സെറ്റിൽമെന്റ് ആണ്. അത് ആരൊക്കെയായിട്ടെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ്, അത് കണക്ക് തന്നെ ത്രിപുരയുടെ ഗവൺമെന്റ്, പിന്നെ അതായത് നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുരയും ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സും കൂടി ചേർന്നിട്ടാണ്, ഇവർ 3 പേരോട് ചേർന്നിട്ടാണ് ഈ ഒരു 2 അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. അത് മെമ്മോറാണ്ടം ഓഫ് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. ത്രിപുര CM എന്ന് പറയുമ്പോൾ മണിക് സാഹയാണ്. ആ ഒരു കാര്യം കൂടി ഓർത്തോളാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ജയ്പൂരിലെ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റാണ് വേൾഡ് സിറ്റി ഓഫ് ജയ്പൂരിനെ വീണ്ടും കുറച്ചുകൂടി മെച്ചങ്ങളൊക്കെ വരുത്താനായിട്ടും അവിടുത്തെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവര് രാജസ്ഥാൻ ഗവൺമെന്റ് തന്നെ 100 crores ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പം 2019 വേൾഡ് സിറ്റി ഓഫ് ജയ്പൂരിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലേക്ക് പേര് എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇന്ന് വളരെ കുറച്ച് കറണ്ട് അഫയേഴ്സ് മാത്രമേ നമുക്കുള്ളൂ. അടുത്ത ദിവസം മറ്റൊരു ദിവസത്തെ കറണ്ട് അഫയർ ആയിട്ട് കാണുന്നവരെ ബൈ.